ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അങ്കമാലി കല്യാണ മാങ്ങാക്കറിയാണ് കേട്ടോ. അങ്കമാലി മാങ്ങാക്കറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ചെയ്യുന്ന അതേ ഒറിജിനൽ റെസിപ്പിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ. മാങ്ങാക്കറിക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങ തന്നെയാണല്ലോ. അപ്പോൾ ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 2 മാങ്ങ തോലൊക്കെ ചെത്തിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണേ. പിന്നെ വേണ്ടത് സുർക്ക, അതായത് വിനാഗിരി ഇല്ലേ, അതൊരു 2 ടേബിൾ സ്പൂണും ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ആ മഞ്ഞൾപ്പൊടിയും ആ വിനീഗറൊക്കെ നമ്മുടെ മാങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരയ്ക്കുക. നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളിയാണ് കേട്ടോ എടുത്തത്. അതിലേക്ക് കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള, അത് കനം കുറഞ്ഞിരുന്നതാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് നടു കീറിയിട്ട് ചേർക്കാം. പിന്നെ വിനീഗർ, അതായത് സുർക്ക, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഉടച്ചൊടച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ സവാളയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല പോലെ പ്രസ്സായിട്ട് അതിൽ നിന്ന് നീരിങ്ങനെ ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഉടയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ല്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടി ആ മസാല ഇതിലേക്ക് ചേർക്കുക. ആ മസാല ചേർത്തതിന് പാട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മാങ്ങയല്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. മഞ്ഞൾപ്പൊടിയും വിനീഗറും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത മാങ്ങയാണ്. മാങ്ങയും ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്യരുത്, കാരണം മാങ്ങ പൊട്ടിപ്പോവും, ഉടഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇതേ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാലില്ലേ, കട്ടി കുറഞ്ഞ പാല്, അതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഒഴിക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് കട്ടി കുറഞ്ഞ പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ മാങ്ങയും സവാളയും എല്ലാം നല്ല പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയ്ക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലെത്തുമ്പോൾ കറി ഒന്ന് കുറുകുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അത് ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തുടരെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് സ്റ്റൗവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്കൊരു വറവലും കൂടി തയ്യാറാക്കിയാൽ നമ്മുടെ അങ്കമാലി കല്യാണ മാങ്ങാക്കറി റെഡി കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഒരല്പം കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കുമ്പോൾ ആ ഒരു സൗണ്ടില്ലേ, അതങ്ങോട്ട് സ്മെല്ലും കൂടിയും വരുമ്പോണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ, കൺട്രോൾ പോകും. അത്രയും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്. വെറുതെ അല്ല അങ്കമാലിയിൽ മാങ്ങക്കറി ഇത്രയും ഫേമസ് ആയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അങ്കമാലി കല്യാണ മാങ്ങാക്കറിയുടെ ഒറിജിനൽ റെസിപ്പി എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അങ്കമാലിക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടിയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.